പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങളിത് കാണണം കേട്ടോ. എരുമേലി ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് സ്റ്റാൻഡാണ് കേട്ടോ. എരുമേലി പ്രൈവറ്റ് സ്റ്റാൻഡ്. കുറച്ച് ഭാഗം നിങ്ങളെ കാണിക്കാം. ഇത് കാണിക്കാനുണ്ടായ കാരണമുണ്ട്. എരുമേലിയിൽ മൂത്രം ഒഴിക്കുന്ന സ്ഥലമാണിത് കേട്ടോ. ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ അപ്പുറത്തുണ്ട്, ബസ് സ്റ്റാൻഡിനോട് ചേർന്നുണ്ട്. ഈ ഒഴുകുന്നത് ഭൂരിഭാഗം കുറച്ച് വെള്ളമുണ്ട്, ബാക്കി മൊത്തം ബസ്സിൻ്റെ പുറകിലോട്ട് വന്ന് മൂത്രം ഒഴിക്കുന്ന സ്ഥലമാണ്. ദുർഗന്ധം കാരണം ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല, അതേ അവസ്ഥയാണ്. മൂത്രം തന്നെയല്ല കേട്ടോ, മദ്യപിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എവിടെ, ഇതിന് ബസ്സിൻ്റെ പുറകുവശം. ഒരു പരിധിവരെ നമുക്കറിയാം, ബസ്സുകളുടെ പുറകുവശമാണെന്ന് മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഉപയോഗത്തിനും എല്ലാം ഒരു മറയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്കറിയാം ഈ വായ്പൂര് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ബസ്സുകൾ കയറി വരുന്നു, ബസ് ഇപ്പുറത്ത് കയറ്റി വിട്ടാൽ ഉടനെ പുറകുവശത്ത് വരിക, മൂത്രം ഒഴിക്കുക. വായിക്കാത്ത ഈ കീറിക്ക് അകത്തോട്ട് വെക്കുന്ന സാധനമുണ്ടല്ലോ, അതും വെക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. ഏത് കാര്യത്തിലും വിദ്യാർത്ഥികളാണ് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ പോയിൻ്റെ പുറകിലോട്ട് വരികയാണ്. പുറകിലോട്ട് തരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും പക്കും നോക്കുക, എന്തെങ്കിലുമൊക്കെ വായിക്കാത്തൊക്കെ എടുത്ത് വെക്കുക. അതാണിപ്പം കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പോൾ ഇത് കാണിച്ചിട്ട് പോയി. ഞാനത് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കത്തില്ല. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അടിയന്തര നടപടി ഉണ്ടാകണം. ഈ ഇവിടെ മൂത്രം ഒഴിക്കാതിരിക്കാനുള്ള കർശനമായ നടപടി. കാരണം അധികൃതർ ഭാഗത്ത് ഇത് കൂടുതൽ ഇതിവിടെ ഒരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, ഈ കാടുമെല്ലാം വെട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് ഓടെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരും. അതിൽ പ്രതീക്ഷിക്കുന്നു. ഉടനടി വാർത്ത അത് പ്രതീക്ഷിക്കുന്നു. ഹുസൈൻ റാവുത്തർ, ചുങ്കപ്പാറ, പത്തനംതിട്ട. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അധികാരികളിലേക്ക് എത്തട്ടെ, നടപടി ഉണ്ടാകട്ടെ. ഓക്കെ.